ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കിന്ന് ഒരു പുതിയ ഡ്രസ്സ് കാണാം കേട്ടോ. ഈ ഡ്രസ്സിനൊരു പ്രത്യേകതയുണ്ട്. ഞാൻ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ആശയോടെ കാത്തിരുന്ന ഡ്രസ്സാണ്. പിന്നെ എനിക്ക് വീഡിയോ എടുത്തു തരാൻ ആരുമില്ല. അപ്പം ഞാൻ എൻ്റെ വായിൽ ഫോൺ കടിച്ചു പിടിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. അത് നിനക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും. 1.5 വയസ്സുള്ള മോനെ കൊണ്ട് എന്തായാലും ഫോൺ പിടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. എനിവേ തുറന്നപ്പോൾ എനിക്ക് ഉള്ളിൽ വിഷമമായി. എന്നുവെച്ചാൽ ഇത്രയും ആഗ്രഹത്തോടെ കാത്തിരുന്നിട്ട് നമ്മൾ ഉദ്ദേശിച്ച സാധനം വന്നില്ലെങ്കിൽ നമുക്ക് വിഷമം തന്നെയല്ലേ. കളറൊക്കെ പ്രോപ്പറാണ്. ഈ ഒരു കളറ് തന്നെയാണ് കണ്ടിട്ടുള്ളത്. ഈ ഒരു കളറ് കണ്ടിട്ടാണ് ഞാൻ എടുത്തതും ഓർഡർ ആക്കിയതും. ഈ കട്ടിപ്പച്ച എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കളറാണ്. അതെപ്പോഴും ഒരു ഭയങ്കര അടിപൊളി കളറാണ്. ഇതിപ്പോൾ മോന് ചൊറയാക്കുന്നുണ്ട്. അവൻ ഉറങ്ങുന്നവരെ വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പൊളിച്ചത്. അപ്പോൾ അങ്ങനെ ഞാനിത് ഓപ്പണാക്കി. പിങ്ക് ആ എംബ്രോയ്ഡറി വർക്കും അത്ര വലിയ പ്രശ്നമില്ലായിരുന്നു. ഞാൻ ഒപ്പിക്കുമായിരുന്നു. ബട്ട് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ മെറ്റീരിയലാണ്. ഇട്ട് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സംഭവം ഇങ്ങനെ ഒരു കുത്തുന്ന ഫീലിംഗ് ഉണ്ട്. അതിൻ്റെ ആ ത്രെഡ് വർക്ക് എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞാനിത് റിട്ടേൺ ആക്കി ഗൈസ്. ഇതിപ്പോൾ 3ാമത്തെ നാങ്ങാറ്റം ഡ്രസ്സാണ് ഞാൻ റിട്ടേൺ ആക്കുന്നത്. തുണീൻ്റെ ഒരൊറ്റ പ്രശ്നം കാരണം. സ്റ്റിച്ചൊക്കെ അടിപൊളിയാണ്. ഉള്ളിൽ അവർ ലൈനിങ് ഒക്കെ വെച്ചിട്ടുണ്ട്. ലൈനിങ് കൂടി വെച്ചിട്ടില്ലെങ്കിൽ ഒട്ടും ഇടാൻ പറ്റില്ലായിരുന്നു. ലൈനിങ് ഉള്ളതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. പക്ഷെ എന്നാലും ഈ ചൂട് സമയത്തൊക്കെ ഇങ്ങനത്തെ തുണിയിൽ നമുക്ക് ഡ്രസ്സ് ഇടുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഷോളൊക്കെ അടിപൊളിയാണ് കേട്ടോ. കോട്ടൺ ആണ് ഷോള്. പക്ഷെ ലെങ്ത്ത് ഒരു ഇച്ചിരി കുറവുണ്ട്. അതെനിക്ക് അത്ര ഇഷ്ടമല്ല. എന്താ വെച്ചാൽ ഷോളൊക്കെ ആകുമ്പോൾ അതിൻ്റെ പ്രോപ്പർ ലെങ്ത്ത് തന്നെ ഉണ്ടാവണം. പാൻറ്റും കുഴപ്പമൊന്നുമില്ല, ലെങ്ത്തും കാര്യമെല്ലാം ഉണ്ട്. പക്ഷേങ്കിൽ തുണീൻ്റെ മെറ്റീരിയലിൻ്റെ പ്രശ്നമാണ്. അത് വല്ലാണ്ട് ഇറിറ്റേറ്റ് ആവുന്നത്. എനിക്കിപ്പോൾ ഹസ്ബൻഡൊക്കെ വന്നിട്ടാകുമ്പോൾ കുറേ യാത്രകളൊക്കെ പോകാനുണ്ട്. അപ്പോൾ എനിക്ക് കംഫർട്ടബിൾ അല്ലാത്ത ഡ്രസ്സ് ഇട്ടിട്ട് കാറിലൊക്കെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ റിട്ടേൺ ആക്കിയത്. അപ്പം ഞാൻ ഇട്ട് നോക്കിയപ്പോൾ ഇങ്ങനെയാണ് ഉള്ളത്. കാണാൻ വലിയ പ്രശ്നമൊന്നുമില്ലാന്ന് എനിക്ക് തോന്നുന്നു. ഹസ്ബൻഡിന് ഇഷ്ടപ്പെട്ട്. പക്ഷെ ഞാൻ റിട്ടേൺ ആക്കി. മിന്ത്രയിൽ ഇത് 2000-നുള്ള, ആജിയോയിൽ 901. ഇങ്ങനെയാണ് അവർ കാണിച്ചിട്ടുണ്ടായത്. പക്ഷേങ്കിൽ ഇങ്ങനെയല്ല വന്നേ. എനിവേസ് എൻ്റെ നെക്സ്റ്റ് ഡ്രസ്സാണ് ഈ പേർപ്പിള്. വന്നില്ല. അതിൻ്റെ കളർ ചേഞ്ച് ആയിരുന്നു ഈ ഗ്രീന്. ഇത് പ്യോർ കോട്ടൺ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട് ഇട്ടിട്ട് കാണാൻ. പിന്നെ ഈ പിങ്ക് കളർ എൻ്റെ മോൻ്റെ ബർത്ത്ഡേക്ക് എടുത്തതായിരുന്നു. അതും അടിപൊളിയാണ്, പ്യോർ കോട്ടൺ ആണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. താങ്ക്